ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വളപ്രയോഗമാണ്. മാവിനൊക്കെ വളമിടേണ്ട സമയമായി. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒന്ന് കാണിക്കുക. അവന് മൾട്ടിഗ്രാഫ് ചെയ്ത് വെച്ചൊക്കെയാണ് ഞാൻ 6-7 മാവ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം പിടിപ്പിച്ചാണ് ഇവിടെ ഒന്ന്. ഈ ഒന്നുമ്പോൾ തന്നെ പിന്നെ വേറെയും പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് അവിടെ വേറെ പിടിപ്പിച്ചിട്ടുണ്ട്. ഒന്നും പിടിച്ചിട്ടില്ല, ആയിട്ടില്ല. അപ്പോൾ തന്നെ ഇന്നൊരു വളപ്രയോഗം അന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യണത് ഇതാ, ശരിക്കും മണ്ണിളക്കി കൊടുക്കുക. ശരിക്കും ഇളക്കണം. ശരിക്കും മണ്ണ് ഇതേപോലെ, കുറച്ച് ചെറിയ വേര് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ എല്ലാ സൈഡും ശരിക്കും ഇളക്കി നല്ലോണം മണ്ണിളക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് അടുത്തത് രണ്ടാമതായിട്ട് ഏറ്റവും താഴെ ഭാഗത്ത് ഡോളോമേറ്റ്. ഡോളോമേറ്റാണ്, കുമ്മായല്ല. ഡോളോമേറ്റ് ആകുമ്പോൾ വളമൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാം. ഇതിൽ കാൽസ്യം ഇതൊക്കെ ഉണ്ട്, മാവിന് വേണ്ട മൂലകങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് കുറച്ച് അധികമൊന്നും വേണ്ട. അത് കഴിഞ്ഞ് ഇത് ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഈ ഇളക്കിയ മണ്ണ് ഈ കുമ്മായം അല്ല ഈ ഡോളോമേറ്റ് ഒന്ന് ജോയിൻ്റ് ആക്കിയത്. ഇത് അടിഭാഗത്താണ് കുമ്മായം വരുന്നത് കേട്ടോ. ശരിക്കും മണ്ണിളക്കണം. ചെറിയ വേര് പൊട്ടിന്നിട്ട് പേടിക്കണ്ട, അതൊക്കെ പിന്നീട് അതിൻ്റെ ഇരട്ടി വന്നു പോകും. ഇത് ചെയ്യുന്നതിൻ്റെ മുമ്പ് ആദ്യം നനച്ചിടണം. മണ്ണ് നനവ് വേണം. ഇന്നലെ മഴ പെയ്തുകൊണ്ടാണ് ഞാൻ നനക്കാതിരുന്നത്. ഇതാ കുമ്മായപ്പോൾ അത് നമ്മൾ മിക്സാക്കി. ഇനി അടുത്തത് വളമ. ഇതടുത്താണ് വളമ. അപ്പോൾ ഇതിനകത്ത് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം, എല്ലാ വളമയും കൂടിയാണ്. അതായത് ഏതാണ്ട് ഒരു 10 വളമ അതിനകത്തുണ്ടാവും. അത് DAP ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഈ ചുവന്ന് കാണാമല്ലോ, ഇതിലെല്ലാ വളമയും ഉണ്ട്. ഞാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. പലരും പല രീതിയിലായിരിക്കും ചെയ്യുക. ഞാൻ ചെയ്യുന്ന രീതി ഇതാ. ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും വീണ രീതിയിൽ ഇട്ട് കൊടുക്കുക. എല്ലാ സ്ഥലത്തും വീഴും. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി മുകളിൽ കുറച്ച് മണ്ണൊന്ന് ഫില്ല് ചെയ്യും. ചെറുതായിട്ട് ഇളക്കിയാൽ മതി. കുമ്മായം താഴെ ഭാഗത്ത് തന്നെ ഇരുന്നു. കുമ്മായല്ല, ഡോളോമേറ്റ് കേട്ടോ പറഞ്ഞപ്പോൾ കുത്തിപ്പോയാണ്. ഡോളോമേറ്റ് താഴെ തന്നെ ഇരുന്നോട്ട്, വളമ മുകളിലും. അടുത്ത ഇതാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ച മണ്ണാണ്. ഇതിൻ്റെ മിക്സിങ് അടുത്തൊരു വീഡിയോ ഇപ്പോൾ അടുത്തുണ്ടാക്കും. ഇതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ട്. ഈ മണ്ണ് കൂടുതലൊന്നും വേണ്ട. ഇതാ കുറേശ്ശെ നമ്മളെ വളമൻ്റെ മേലെ കൂടെ കുറേശ്ശെ ഇട്ട് കൂടുതലിട്ട് അതിൽ സ്ഥലമല്ല, അത് നിറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഇത്ര മണ്ണ് മതി. കാരണം അല്ലെങ്കിൽ ചട്ടി നിറഞ്ഞു പോകും. പിന്നെ വളമണം സ്ഥലമുണ്ട്. ഇങ്ങനെ എത്ര മതി. ഇപ്പോൾ വളമ മണ്ണിന് താഴെയായല്ലോ. മണ്ണിന് താഴെയാണ്. മുകളിൽ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അതൊക്കെ ഫലമൊക്കെ മുകളിൽ ഫലം കിട്ടില്ല. എന്നതിന് ശേഷം കുറച്ച് ഇലകളോ എന്തെങ്കിലും ഒന്ന് ഇട്ട് ഇതേപോലെ ഒന്ന് പുതട്ട് കൊടുക്കുക. കാരണം ചൂടാണ് വരാൻ പോണത്. ആ ചൂട് വരുമ്പോൾ പുതട്ട് കഴിഞ്ഞാൽ ആ പൂലവിടെ നിൽക്കും. അപ്പോൾ വളമയൊക്കെ വേഗം പിടിക്കും. മറ്റേ പെട്ടെന്ന് ഡ്രൈ ആയി പോകും നമ്മൾ ഇതൊന്നും ചെയ്യാതെ. കാരണം പിന്നെ എല്ലാതൊന്നുമില്ല, ഏതായാലും ഇടണം. ഒരു പുതക ഇതേപോലെ ഒന്ന് പുതക. ഈ മാവ് ആൾസീസൺ കുള്ളൻ മാവായിരുന്നു. പക്ഷേ ഇതിൻ്റെ മാങ്ങ പോരാ. ആൾസീസൺ കുള്ളൻ എന്ന് പറഞ്ഞാൽ ഒരു ഭംഗിക്ക് വെക്കും, ഭംഗിക്കേ പറ്റുള്ളൂ മുറ്റത്തൊക്കെ. അതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്. പക്ഷെ ഇത് തെഴുത്ത് വന്നിട്ടില്ല, ശക്തമായിട്ടില്ല. ഇവിടെയുണ്ട്. പക്ഷേ ഈ കൊമ്പ് കഴിഞ്ഞ വർഷം ചെയ്തതാണ്. ഇവിടെ ചെയ്തു.
ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്. പക്ഷേ ഇത് ബരാമസി പറഞ്ഞൊരു മാവിൻ്റെ കൊമ്പാണ്. ആ ബരാമസി പറഞ്ഞ മാവും അത്ര പോരാ. കാരണം ഒരു കോമാങ്ങൻ്റെ ടേസ്റ്റ് വരുന്നുള്ളൂ, ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവുമല്ലോ. ആ പോരാത്തത് കൊണ്ട് ഇപ്പം ഞാൻ ഇതാ ഒരു 10 ദിവസം മുന്നേ ചെയ്തതാണ്. 1 2 3 4 5 വെറൈറ്റി ഇതുമ്പോൾ ചെയ്തു. ഈ 5 വെറൈറ്റി 5 പിടിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പിടിക്കണത് പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നു. അപ്പോൾ ഈ മാവ് 5 6 7 ഐറ്റം മാവ്, ആ വെറൈറ്റി മാവുകളാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ പേരൊക്കെ അത് തുറക്കുമ്പോൾ പറഞ്ഞുതരാം, അതൊന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തുറക്കാതെ എനിക്ക് പറയാൻ കഴിയില്ല. നല്ല ഐറ്റംസ് അത് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് കായ്ക്കണതും നല്ല മാങ്ങയാണ് ചെയ്തിട്ടുള്ളത്. ബരാമസി മോശം എന്നല്ല പറയുന്നുണ്ടോ, ബരാമസി കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു വലിയ മാങ്ങ എന്ന് പറയാൻ പറ്റില്ല. ഒരു ആവറേജ് ടേസ്റ്റ് ഒരു കോമാങ്ങിൻ്റെ രീതിയിൽ വരും. ഈ കേടിനുള്ള ഇത് ഈ തൂമ്പ് കരിച്ചിലുണ്ട്. തൂമ്പ് വരുമ്പോൾ മാവിനുള്ളൊരു തകരാറാണ്. ഇതിങ്ങനെ ആവും. അതിനുള്ളൊരു മരുന്നും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നു. അത് ആ മാവിൻ്റെ ഒക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാട്ടോ. ഇതാണിപ്പോൾ തൂമ്പ്. ഈ തൂമ്പ് ഇപ്പോൾ 2 ദിവസം കൊണ്ട് തീരുമാനമാവും. അതുകൊണ്ട് ഇതിനകത്ത് ഇത് മരുന്നാണ് ഞാൻ ചേർത്ത് വെക്കണം. അപ്പോൾ തൂമ്പ് വരുമ്പോൾ ഞാൻ അടിച്ചു കൊടുക്കല. ഇതിൽ എക്കോലെക്സ് 2 മില്ലി 1 ലിറ്റർ വെള്ളം, എക്കോലെക്സ് ഒരു 2 ഗ്രാമോളം സാഫ്, പിന്നെ കുറച്ച് പശി, ഇത് കൂട്ടി മിക്സ് ചെയ്തിട്ട് ഈ തൂമ്പ് വരുന്ന ടൈമിൽ ഇതേപോലെയല്ല ഞാൻ കാണിച്ചു തരാം. ഇതിന് പഠിക്കുന്നത് തൂമ്പ് വന്നു കഴിഞ്ഞു. ഇത് ഇതേപോലെ ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതേപോലത്തെ സ്ക്വയർ വേണമെന്നൊന്നുമില്ല. ചെറിയ കുപ്പിക്കിടുന്ന അത് മേടിച്ചാലും മതി. ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ ആ തൂമ്പിന് ആ കംപ്ലൈൻറ്റ് വരില്ല. ഇത് ബ്ലാക്ക് കസ്തൂരി പറഞ്ഞ മാവ്, അതിനിപ്പോൾ തൂമ്പ് വരുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ അടിച്ചു കൊടുക്കണം. ഇതുണ്ടോ, ഈ ടൈമിലെ അടിച്ചു പോരണം, എന്നാലേ ആ തൂമ്പ് നിലനിൽക്കും. അല്ലെങ്കിൽ ആ തൂമ്പ് കംപ്ലീറ്റ് കരിയും. ഇത് ഞാനൊരു 15 ദിവസം മുന്നേ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാണ്. ഇത് ദശരി മാവാണ്. ദശരി മാവിൻ്റെ മുകളിലൊരു KT3 എന്ന് പറഞ്ഞ മാവും കൂടെ അത് പിടിച്ചു കാരണം തൂമ്പ് വന്നു. പക്ഷേ ഈ തളിര് വന്നു. തളിര് നമുക്ക് നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സാഫ്, എക്കോലെക്സ്, പശ. അല്ല, എക്കോലെക്സ് ഒരിക്കലും കൂടരുത്, 2 മില്ലി മാത്രം. ഈ തളിര് ഇലയാവുമ്പോൾ അതിന് കട്ടി കൂടിയ തളിര ഇല നമ്മൾ മരുന്നോട് കൂടി പോകും. അല്ലാതെ പ്രാണികൾ നിന്നിട്ട് പോകും, നമ്മൾ മരുന്നടിച്ചിട്ട് പോകും. അപ്പോൾ അത്ര ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ അടിച്ച് കുളിപ്പിക്കൊന്നും വേണ്ട. എന്നാൽ ഈ തൂമ്പ് കണ്ടീഷനായിട്ട് അവിടെ നിൽക്കും.